ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തുക തിരികെ വാങ്ങാൻ സാബു ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാർ അപമര്യാദയായി പെരുമാറുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. വിഷയം VR സജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഭീഷണി. എന്റെ വൈഫാണെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ തന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ, വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹാവേ, ഞാൻ മനസ്സിലാക്കിക്കോളൂ. അത് എന്റെ പൊന്നു സഹാവേ, ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇന്ന് വരെ ഒരാളുടെങ്കിലും എന്നെ പറ്റി അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ജീവനക്കാരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സജി സാബുവിനോട് പ്രതികരിച്ചത്. സാബു ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന രീതിയിലായിരുന്നു സംസാരം. ഈ മാസത്തെ പണത്തിൽ പകുതി തന്നിട്ടും ജീവനക്കാരെ ഉപദ്രവിക്കുന്നത് എന്തിനെന്നും ഫോൺ സന്ദേശത്തിൽ ചോദിക്കുന്നു. സംഭവത്തിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.